ഷീജ വരാനുള്ള സമയമായി. ആൾക്കാരെല്ലാം വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഷീജ ഏത് സമയത്ത് ഈ വീട്ടിലേക്ക് എത്തും? പക്ഷേ ഇതൊരു അവസാനത്തെ വരവാണ്. ഇനി ഒരിക്കലും ഷീജ ഈ വീട്ടിലേക്ക് വരില്ല. അമ്മ ഈ കട്ടിലിൽ വെള്ള പുതപ്പൊക്കെ പുതച്ചുകൊണ്ട് മകളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഷീജ ആ വീട്ടിലേക്ക് എത്തി. ഒരു അലമുറയാണ് പിന്നെ ആ വീട്ടിൽ നിന്ന് ഉയർന്നു കേട്ടത് ഷീജയുടെ അവസാനത്തെ വരവ്. ഞാൻ കാത്തിരിക്കുക. ഒരു പ്രതികാരമാണ് ഷീജ സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കിയത്. മുഖം പോലും കാണാൻ ആർക്കും പറ്റിയില്ല. കത്തിക്കരിഞ്ഞ ഒരു ശരീരം. എന്തിനു വേണ്ടിയാണ് ഷീജ ആ പ്രതികാരം സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കിയത്? ആരോടുള്ള പ്രതികാരം? ആ സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാത്രിയിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഞെട്ടി ഉണർന്നത്. എവിടുന്ന് ആ കരച്ചിൽ കേട്ടെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ കുറച്ച് സ്ഥലത്ത് വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. വാഴത്തോട്ടമാണ്, കുറ്റിക്കടയ്ക്കാണ്. ആ ഭാഗത്തു നിന്നാണ് ഒരു കരച്ചിൽ കേട്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാം ലൈറ്റൊക്കെ തെളിച്ചിട്ട് ആ ഭാഗത്തേക്ക് ഓടുകയാണ്. അവരാ ഭീകരമായ കാഴ്ച കാണുകയാണ്. ആ വാഴത്തോട്ടത്തിന് നടുവിൽ ഒരു സ്ത്രീ നിന്നങ്ങ് കത്തുകയാണ്. മരണപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. എന്തായാലും ശരീരം ആകപ്പാടെ പൂർണ്ണമായും കത്തിയിരിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗവുമില്ല. എങ്കിലും കിട്ടിയ സാധനങ്ങൾ, വെള്ളവും ഈ ചൂട്ടും മടലും ഒക്കെ വെച്ച് ആൾക്കാർ തല്ലി കെടുത്തി. സ്ത്രീ അപ്പോഴേക്കും മറിഞ്ഞു വീണ് മരിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ ആരാണെന്ന് ഒരു പിടിയുമില്ല. മാത്രമല്ല, ഈ അസമയത്ത് ഈ സ്ത്രീ എന്തിനിവിടെ വന്നു? ഒരു പിടിയുമില്ല. ശരീരം പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞുകൊണ്ട് ആളെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. ഇത് ആരും ഒരു പിടിയില്ല. ഇത് എന്തിന് ഈ സമയത്ത് വന്നതെന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ പിടികിട്ടി. ഷീജയാണ് മരിച്ചിരിക്കുന്നത്. 51 വയസ്സുള്ള ഷീജ ഒരു ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുകയാണ്. കരിമത്താണ് ഈ ഷീജ താമസിക്കുന്നത്. പക്ഷേ സംഭവം നടന്നിരിക്കുന്നത് കൈമനത്താണ്. ഈ കരിമവും കൈമനും തമ്മിൽ കിലോമീറ്ററുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത്രയും ദൂരം, അതും അസമയമാണെന്ന് ഓർക്കണം. ഈ അസമയത്ത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ സ്ത്രീ എങ്ങനെ ഇവിടെ എത്തി? എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തത്? അതിന് പിന്നിൽ ആരാണ് കാരണക്കാർ? ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ്. പക്ഷേ ആദ്യമേ തന്നെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. ഈ സ്ത്രീക്ക് ഈ ഭാഗവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഈ വാഴത്തോട്ടത്തിൽ വന്ന് ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഉറപ്പാണ് ഈ സ്ത്രീക്ക് ഇവിടെ ആരെയോ പരിചയക്കാരുണ്ട്. അങ്ങനെ പല രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. ഏതെങ്കിലും വീട്ടുകാരാണോ ഇതിന് കാരണക്കാർ? അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ ആ വീട് കൃത്യമായിട്ട് കിട്ടി. ഒരു ഓറഞ്ച് പെയിൻ്റ് അടിച്ച വീട്. ഈ വീട്ടിലെ ആളാണ് ഇതിന് കാരണക്കാരൻ. ഈ വീട്ടിൽ സജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സജി ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ആ സജിയാണ് ഈ സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരൻ അല്ലേ? ഏകദേശം ഒരു പിടി കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്. അത്രത്തോളം വൈരാഗ്യം തോന്നിയെങ്കിൽ മാത്രമേ ആ സ്ത്രീ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി ഇവൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ആത്മഹത്യ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണ്? ഒരു കാരണമുണ്ട്. സുധർമ്മയുടെ 2 മക്കളിൽ മൂത്തയാളാണ് ഈ സ്ത്രീ, അതായത് 51 വയസ്സുള്ള ഈ ഷീജ. പക്ഷേ ഷീജയുടെ ജീവിതം ഒരു ട്രാജഡി നിറഞ്ഞ ജീവിതമായിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ച് കല്യാണം നടക്കേണ്ട ദിവസം ആ കല്യാണത്തിന് എന്തോ സംഭവിച്ചു. കല്യാണം നടന്നില്ല. അതിനുശേഷം ഈ ഷീജ ഒരു നിലപാടെടുത്ത്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനും വേണ്ട, ഒരു കല്യാണവും വേണ്ട. അങ്ങനെ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഷീജയ്ക്ക് ആകപ്പാടെ ഹറാമായിരുന്നു. കല്യാണമേ വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു ഈ ഷീജ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു തന്നത് അല്ല, ഞങ്ങളെ കുറ്റമല്ല. ഇവിടെ വന്ന് കല്യാണം നിശ്ചയം, അവള് നിശ്ചയം വരെ കഴിഞ്ഞാണ്. അവൾക്ക് വേണ്ട എന്നും പറഞ്ഞ അവള് നിന്നതാ. ഇപ്പോഴല്ല, നേരത്തെ അവള് വേണ്ടാന്ന് പറഞ്ഞു തന്നു. ആ സമയത്ത് അതൊന്നും എനിക്കറിഞ്ഞില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, കല്യാണം കഴിച്ച് മക്കളൊന്നുമില്ല. അങ്ങനെ എന്റെ ചേച്ചിയാണ് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിന്നത്. ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ഷീജ ഒരു ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുകയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. വയസ്സ് 51 ആരും സഹായിക്കാനുമില്ല. കല്യാണം വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഷീജ ഇപ്പോഴും എപ്പോഴും. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയില്ല. അങ്ങനെ ഈ മറ്റുള്ളവരൊന്ന് ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കഥാനായകനായ സജി ഈ ഷീജയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു ഓട്ടോറിക്ഷ, അതാണ് എല്ലാത്തിനും കാരണക്കാരനായത്. ഷീജ ഒരിക്കൽ ഈ സജിയുടെ ഓട്ടോറിക്ഷയിൽ കയറി. ഒരു വല്ലാത്ത കയറ്റമായിപ്പോയി. അതൊരു പുതിയ ബന്ധത്തിന് തുടക്കമാവുകയായിരുന്നു. ഇവര് കൊറോണ സമയത്ത് ഓട്ടോയിൽ വന്നതാണെന്ന് പറയുന്നു. ഷീജയുടെ വീട്ടുകാർ, പ്രത്യേകിച്ച് ഷീജയുടെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഇവരൊക്കെ നിരന്തരം ഉപദേശിക്കുകയാണ്. ഷീജ, നിനക്കിപ്പോൾ എത്ര വയസ്സായി? 51 വയസ്സായി. അവനാണെങ്കിൽ 31 വയസ്സേ ഉള്ളൂ. മാത്രമല്ല അവനെപ്പറ്റി നല്ല അഭിപ്രായമൊന്നും അല്ല. അറിയാമല്ലോ, ഒരു കുഴി ചെന്ന് ചാടലെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടും ഷീജ കേൾക്കുന്ന ലക്ഷണം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷീജയുടെ വഴിക്ക് അങ്ങ് വിട്ട്. നിരന്തരം ഉപദേശമായപ്പോൾ ഷീജ സ്വന്തം വീട്ടിലേക്ക് വരുന്ന വരവും കുറച്ചു. ഒരു ഹോസ്റ്റലിലേക്ക് മാറി. അങ്ങനെ വീടുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ അയാളുടെ വലയിലേക്ക് വീഴുകയാണ് ഷീജ. ഇവിടെ കൈമനത്തുള്ള ഒരു പയ്യനായിട്ട് ആ റിലേഷൻ കാരണമാണ് ഇവിടുന്ന് താമസം തന്നെ മാറാൻ കാരണം. അവ ഒരു ഇതാണ്. അപ്പൊ അവ ഇങ്ങനെ ഇവളെ വെച്ച് ഇവളുമായിട്ട് ഈ കൊറോണ സമയത്ത് അവര് തുടങ്ങിയ ബന്ധമാണ്
സജി എന്ന് പറഞ്ഞു. അവനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ആ തുടങ്ങിയപ്പോഴേ ഞങ്ങളെല്ലാവരും വിലക്കി വെച്ചാൽ എല്ലാം അറിയാമെന്നുള്ളവരെല്ലാവരും പറഞ്ഞു അവനുമായിട്ടുള്ള ബന്ധം നല്ലതല്ല. അവനെ വിലക്കിയപ്പോഴത്തേക്ക് ഇവിടെ ആ സമയത്ത് കേട്ടില്ല. ലിവിങ് ടുഗദർ സെറ്റപ്പിലേക്ക് മാറി രണ്ടുപേരും, ഷീജയും സജിയും, അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകും. സന്തോഷകരമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇയാളൊരു വൃത്തികെട്ട പണി ഒപ്പിച്ചത്. സ്നേഹിക്കുന്ന ആരും ചെയ്യാത്തൊരു വല്ലാത്ത പണിയായിപ്പോൾ അയാൾ ചെയ്തത്. ഇവ ആ സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് അവളെ കുറേ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീടായപ്പോൾ ഇത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ ചോദിക്കണം. അവന് ഡെയിലി ഓരോ പെണ്ണാണ്, അതാണ് അവൻ്റെ മൈൻഡ്. ചിത്രങ്ങളെല്ലാം അവൻ്റെ ഫോണിലിട്ടും കൊണ്ട് അവൻ കൈമനത്ത് ഓട്ടോ സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത്. ആ ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാ പേർക്കും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഇവളെ ഭീഷണിപ്പെടുത്തേക്കാം അവനെ. അപ്പോൾ അവൻ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ ചേച്ചി ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവൻ്റെ ഫോണിൽ കിടന്ന ഫോട്ടോ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി, എങ്കിലും കൈമനത്ത് ഓട്ടോ സ്റ്റാൻഡിൽ ആ ഫോട്ടോ എല്ലാ പേരുടെ കയ്യിലുണ്ട്. നീ ചെന്ന് ഇത്തിരി അവരുടെ അടുത്ത് പറ, അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ആരുടെ ചെന്ന് നമുക്ക് കാല് പിടിക്കണ്ട, നീ വാ, നമുക്ക് കരമന സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം, അവർ നോക്കിക്കോളും. ചുരുക്കി പറഞ്ഞ ഷീജയുടെ നഗ്നചിത്രങ്ങൾ നാട്ടുകാരിൽ പലരും ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. പലരുടെയും കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ആകപ്പാടെ വിഷമത്തിരിക്കുകയാണ് ഷീജ. അത് കൂടാതെ തന്നെ കൂനിമേ കുരു എന്ന് പറയുന്ന പോലെ നല്ലതുപോലെ ഷീജയുടെ കയ്യിൽ നിന്ന് പൈസകൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രൂപ ഷീജയുടെ കയ്യിൽ നിന്ന് പല രീതിയിൽ പല വിധത്തിൽ ഈ സജി കൈപ്പറ്റിയിട്ടുണ്ട്. ഉള്ള പൈസ അപ്പോഴപ്പോഴോ അവൻ ഏത് പെണ്ണിനെ കൊണ്ടുപോയാലും ചിലവിനും അവർക്ക് താമസ സൗകര്യത്തിനുള്ള കാശ് എവള് കൊടുക്കണം. കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എവള് നിൽക്കുന്നിടത്ത് ചെന്ന് ഉപദ്രവിക്കാൻ, കടയിലൊക്കെ ചെന്ന് ഇവൻ 4-5 എണ്ണത്തിനായി ഇതേപോലെ വിളിച്ചോണ്ട് വന്ന് താമസിക്കാൻ. ചെലവിന് ഷീജ കൊടുക്കണം. ഇല്ലെങ്കിൽ എവള് ഈ ഫോട്ടോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇടും, നിന്റെ പടം എല്ലാവരും കാണുമെന്നും പറഞ്ഞ് ഭീഷണി. ഇവള് പേടിച്ച് എവള് സ്വർണവും പണവും എല്ലാം അവൻ തന്നെ. എൻ്റെ അറിവിൽ തന്നെ 2.5 പവൻ്റെ മാല, കമ്മല് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും കൊടുക്കുമായിരുന്നു പൈസ. ഇപ്പോൾ സജിക്ക് ഷീജയുടെ പഴയ സ്നേഹമില്ല, ഒരു ഒഴിവാക്കൽ. ഇത് ഷീജയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സജിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണ്, അതോ ഏതോ ഒരു പെണ്ണ് വന്ന് കയറിയിട്ടുള്ള കാര്യം ഈ ഷീജയും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഷീജയോട് ഇപ്പോൾ പഴയതുപോലെ സ്നേഹമില്ലാത്തത്. അതും ആകപ്പെടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഷീജയെ തളർത്തുകയാണ്. അപ്പോൾ ആദ്യം ഒരു കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചിനെയും കൊന്ന് അവളെ ഡൈവേഴ്സൊക്കെ ആയതാണ്. പിന്നെ അവനെപ്പോഴും ഓരോരോ പെണ്ണുങ്ങൾ ഉണ്ടവൻ. ഷീജ മാനസികമായിട്ട് ആകെ തകർന്നു. തൻ്റെ നഗ്നചിത്രങ്ങൾ, തൻ്റെ പൈസ ഇല്ലായ്മ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഇവൾക്ക് ആകപ്പാട് വട്ടുപിടിക്കുന്ന അവസ്ഥയായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അയാൾക്കിപ്പോൾ ഷീജ വേണ്ട. ഷീജ മനസ്സിലൊരു കണക്ക് കൂട്ടുകയാണ്. എന്തായാലും അവൻ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട, ഒരു 8ൻ്റെ പണി കൊടുക്കണം. ഒരിക്കലും തന്നെ മറക്കാനാവാത്ത ഒരു 8ൻ്റെ പണി. പിന്നെ എന്താ ചെയ്യുന്നറിയാമോ? കുറച്ച് പെട്രോൾ വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നു. രാത്രിയോടെ അസമയമാണെന്ന് ഓർക്കണം കേട്ടോ, കൂരിട്ടാണ്. ഈ സ്ഥലമൊക്കെ ഈ സ്ത്രീക്ക് നേരത്തെ പരിചയമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ആ വാഴത്തോട്ടം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരുപാട് തവണ ആ സജിയുടെ വീട്ടിൽ വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ രാത്രിക്ക് രാമാനം കിലോമീറ്ററുകൾ താണ്ടി ആ പെട്രോൾ കുപ്പിയുമായിട്ട് നേരെ വരികയാണ് ആ വാഴത്തോട്ടത്തിലോട്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആൾക്കാരെല്ലാം ഉറങ്ങാൻ വേണ്ടി പോലും കാത്തിരുന്നില്ല. ഈ സ്ത്രീ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നു, കത്തിക്കുന്നു. ഒരു ബഹളമാണ്. പിന്നെ ആൾക്കാർ ഓടിക്കൂടുന്നു, തല്ലിക്കെടുത്തുന്നു. ഷീജ അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. അവനാ കാരണക്കാരൻ, അവൻ തന്നെയാണ് കാരണക്കാരൻ. ഇവള് ആത്മഹത്യ, അവൻ അവള് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവൻ കൊന്നതായിരിക്കും. എന്തായാലും അവൻ തന്നെ ഇതിന് കാരണം. ഈ നഗ്ന വീഡിയോ ഫോട്ടോ മുഴുവൻ പലരുടെ കയ്യിൽ അവൻ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കരുത്. ആത്മഹത്യ പ്രേരണ കുറ്റമാണ് പോലീസ് സജിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മരിക്കാൻ കാരണക്കാരൻ അയാൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു തെരഞ്ഞെടുപ്പായി പോയല്ലേ. 51 വയസ്സുകാരി കാമുകിക്ക് 31 വയസ്സുകാരൻ കാമുകൻ. ശാരീരിക ബന്ധത്തിനാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മോടൊപ്പം സഞ്ചരിക്കേണ്ട ഒരാളാണെങ്കിൽ ഒരുപാട് ചിന്തിക്കണമെന്നേ. നമുക്ക് പറ്റിയ ആളാണോ, നമ്മോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ആളാണോ, നമ്മുടെ സ്വഭാവമായിട്ട് ചേരുമോ, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ട് തനിക്ക് പറ്റിയ ഇണയാണെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞൊരു സമയമുണ്ട്. അതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ്. അല്ലാതെ അപ്പോൾ കിട്ടുന്ന സുഖത്തിന് വേണ്ടി ആരും പാഴായ ഒരു തീരുമാനമെടുത്ത് ജീവിതം ആരും കളഞ്ഞു കുളിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.